സുരേഷ് സാർ നമസ്കാരം. ഈ നമസ്കാരം. സോഷ്യൽ മീഡിയയെ പറ്റി പറയുന്ന സമയത്ത് നമുക്കൊക്കെ എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ടെലഗ്രാം ഉണ്ട്, പല സംവിധാനങ്ങളുമുണ്ട്, ഗൂഗിൾ സെർച്ചിലുള്ള പല ഓപ്ഷൻസുകളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ വിക്കിപീഡിയയും ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആൻറ്റി നാഷണൽ ആയിട്ടുള്ള ചില വിവരങ്ങളൊക്കെ ഈ വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തും അതിൽ ചെയ്യാമെന്നുള്ളൊരു നിലയിലേക്ക് വിക്കിപീഡിയ എത്തുന്നു. ഒരു സുരക്ഷിതത്വവും പാലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സാർ. അപ്പോൾ ഇത്തരമൊരു കാര്യത്തിന് ചില പിടികൾ വീഴുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ വിക്കിപീഡിയയുടെ ഒരു സ്റ്റോറി നമുക്ക് ഈ കണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ഈ പറഞ്ഞ മാതിരി മരിച്ചുപോയ ആൾക്കാരുടെ എഡിറ്റ് അവർ പോയി മാറ്റിയിട്ടുണ്ട്. എഡിറ്റേഴ്സ് പറഞ്ഞാൽ എല്ലാവർക്കും വിക്കിപീഡിയയിൽ പോയി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാനൊരു എഡിറ്ററാണ് ഫോർ എക്സാമ്പിൾ. അത് എൻ്റെ ഒരു കേപ്പബിലിറ്റി വെച്ച് അവർ അനലൈസ് ചെയ്ത് ഞാനിങ്ങനെ നന്നായിട്ട് എഡിറ്റ് ചെയ്യും. പിന്നെ അതേമാതിരി സമയത്തിന് എഡിറ്റ് ചെയ്യും. അത് ഇപ്പോൾ എഡിറ്റ് തന്നെ ബേസിക്കലി ഒരു ഇൻസിഡൻറ്റ് നടന്നു, അതിനെ പറ്റിയിട്ട് നമ്മൾ പണ്ട് തൊട്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു അൽ-ഖൈദയെ പറ്റിയിട്ട് പേജ് ഉണ്ടാവും. പക്ഷെ അൽ-ഖൈദയുടെ ഒരു പഴയ സ്റ്റോറീസൊക്കെ ഉണ്ടാവും. പക്ഷെ പുതിയതായിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണമെങ്കിൽ ഈ എഡിറ്റേഴ്സാണ് ആഡ് ചെയ്യാറ്. ഇന്നലെ നടന്നൊരു ഇൻസിഡൻറ്റ് അഫ്ഗാനിസ്ഥാനിൽ, ഇന്നലെ നടന്നൊരു ഇൻസിഡൻറ്റ് യൂറോപ്പിൽ, ഫ്രാൻസിൽ, ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് പോകും. അതേമാതിരി ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഫൈൽ മാറിക്കഴിഞ്ഞാൽ, റഫാൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് കുറേ പുതിയ പ്ലെയിൻ വിൽക്കാൻ പോകണം, അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫ്സിലൊക്കെ ഈ മാറ്റങ്ങൾ വരും ഇതിനെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തൊട്ട് US പ്രസിഡന്റ് തൊട്ട് എല്ലാവരും പ്രൊഫൈൽ വിക്കിപീഡിയയിലുണ്ട്. സോ വിക്കിപീഡിയ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫൗണ്ടേഷനാണ്. അവർക്ക് ഈ പറഞ്ഞ മാതിരി അവരുടെ സ്റ്റാഫ് വളരെ കുറവാണ്. അവർ എഡിറ്റ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടികൾ അവർക്കുള്ളത്. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത് വിക്കിപീഡിയയിൽ ആരാണ് എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ കേസ് വന്നേക്കുന്നത് ANIയുടെ ഒരു കേസായിരുന്നു. ANIക്ക് എന്ത് പറ്റുന്ന നമുക്കറിയാലോ, ANI ഇന്റർനാഷണൽ നമ്മുടെ ഒരു ന്യൂസ് ഗാദറിംഗ് ഏജൻസിയാണ്. അവർ ഈ ഷോർട്ട് ക്ലിപ്സ് ഒക്കെ ടെലികാസ്റ്റ് ചെയ്യും. പിന്നെ സ്മിത പ്രകാശാണ് അവരുടെ ബോസ്. അവരാണ് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യും പൊളിറ്റീഷ്യൻസ് ആയിട്ടും അതുമായിട്ട്. നമ്മുടെ കുറേ ന്യൂസ് ചാനൽസ് അതിന് സബ്സ്ക്രൈബ് ചെയ്യും അതിന് വേണ്ടിയിട്ടായിട്ട്. ഇപ്പോൾ ANIയുടെ പ്രൊഫൈലിൽ ആരോ കയറി വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇത് ഗവൺമെൻറ് ഒരു മൗത്ത് പീസാണ്, മോദിയുടെ ഒരു ചാനലാണെന്ന് എന്നിട്ട് ആരോ എഡിറ്റ് ചെയ്തിട്ടു. അപ്പോൾ ANI പറഞ്ഞത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഈ വിക്കിപീഡിയ പറഞ്ഞു ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അവർക്ക് മാറ്റാൻ പറ്റും, അവർ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്ന്. അപ്പോൾ ANI കേസ് കൊടുത്തു ഡൽഹി ഹൈക്കോടതിയിൽ. വിക്കിപീഡിയയുടെ ഒരു മാനനഷ്ട കേസും 2 കോടി 5 കോടി ചോദിച്ചു. അതുപോലെ ഈ കണ്ടന്റ് അവിടുന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഡൽഹി ഹൈക്കോടതി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് പറഞ്ഞു വിക്കിപീഡിയയുടെ അടുത്ത് നിങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള എന്താ പറയാനുള്ളത്, നിങ്ങളുടെ ലോയർ നിങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്ന് ഈ കോർട്ടിലൊരു ഈ നോട്ടീസിന് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് തന്നില്ല. അവർ പറയാ ഒരു ലോയർ വന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് അത് വന്നിട്ട് പറയാം ഈ വിക്കിപീഡിയ എന്ന പരിപാടി ഇന്ത്യയിലൊന്നും ഇല്ല, അത് പുറത്തുനിന്നുള്ളതാണ്, ഇത് US എന്നുള്ളതാണ്, നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അവിടെ നിന്ന് വിക്കിപീഡിയയിൽ ഇന്ത്യയിൽ ഒരു കൺട്രോൾ ഇല്ല. അപ്പോൾ കോടതി ഇന്നലെ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ അടച്ചിട്ടോളൂ, കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് നടത്തേണ്ട കാര്യമില്ല. നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയുടെ സൈറ്റിൽ കയറിയിട്ട് ചെയ്തിട്ട് അതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ മോദിയുടെ സൈറ്റ് അമിത്ഷാന്റെ വിക്കിപീഡിയയിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ സമ്മതിക്കരുത്, അത് ലോക്ക് ചെയ്തിട്ടു അവരൊക്കെ. പക്ഷെ ചില പേജ് ലോക്ക് ചെയ്യാൻ പറ്റില്ല, ചില പേജ് ഓപ്പൺ പേജാണ്. സീനിയർ ആയിട്ടുള്ള മോദി ആയാലും അമിത്ഷാ ആയാലും രാഹുൽ ഗാന്ധി ആയാലും കുറേ പേര് അതിൽ കയറി കളിക്കും. അപ്പോൾ അതിന് വേണ്ടി അവർ ലോക്ക് ചെയ്തു. അത് ആരും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആൾക്കാർ ടീം മാത്രമേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ അത്. പക്ഷേ ഈ പറഞ്ഞ കേസിൽ ANI കൊടുത്ത കേസിൽ ഇപ്പോൾ ഒക്ടോബർ 26 മാറ്റി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഉള്ളിൽ വന്ന് റിപ്ലൈ തന്നില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് കാണേണ്ടത് ഇത് ഇപ്പം നാളെ ആരെങ്കിലും പറയും ഇത് മോദി ചെയ്യിപ്പിച്ചാണ്, ഡൽഹി ഹൈക്കോടതി മോദിയുടെ കയ്യിലാണ്, അതൊക്കെ പറയും ചിലപ്പോൾ. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇത് വേറെ കുറേ രാജ്യങ്ങളിൽ നടക്കുന്നു. ബ്രസീലിൽ ട്വിറ്ററിനെ ബാൻ ചെയ്ത് ടോട്ടലായിട്ട്. അവർക്ക് എന്ത് വലിയ നഷ്ടമാണ്, വലിയൊരു മാർക്കറ്റായിരുന്നു ട്വിറ്ററിന് പരസ്യമാണ് മെയിനായിട്ട്. നമ്മൾ മറക്കുകയാണ്. ഇപ്പം എൻ്റെ മാതിരിയുള്ള ആള് ഒരു മാസം ട്വിറ്ററിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫെസിലിറ്റി തരും നമുക്ക്. എഡിറ്റ് മാത്രമല്ല, എന്നാൽ 450 വേർഡിനെക്കാളും കൂടുതൽ എനിക്ക് ടൈപ്പ് ചെയ്ത് ട്വീറ്റ് ചെയ്യാം, ആ ഒരു ഫെസിലിറ്റി ഉണ്ട് എനിക്ക്. ആ ട്വിറ്റർ എനിക്ക് തന്നൊരു ഫെസിലിറ്റി, അത് ബ്ലൂ ടിക്ക് എന്ന് പറയാൻ. അത് എനിക്ക് ഫേസ്ബുക്കിലുണ്ട്, എനിക്ക് ബ്ലൂ ടിക്ക് ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്ക് ഫ്രീ ആണ്. പക്ഷെ ട്വിറ്ററിൽ അവർ കുറച്ച് കാലം മുമ്പ് അത് എലോൺ മസ്ക് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ആ സമയം വന്നപ്പോൾ ട്വിറ്റർ പറഞ്ഞു അത് ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾ ചാർജ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് എനിക്ക് ഓരോ മാസം എനിക്ക് 900 rupees ചാർജ് ഉണ്ട് അതിൻ്റെ മേലെ. എനിക്ക് ആ കാശ് കൊടുക്കണം ട്വിറ്ററിന്. അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഡെബിറ്റ് കാർഡിൽ നിന്ന് ഇങ്ങനെ ഡെബിറ്റ് ആയിട്ടിരിക്കുക. ബട്ട് അതാണ് അവരുടെ റവന്യൂ. അതല്ലാണ്ട് പരസ്യങ്ങൾ വേറെ ഉണ്ട്. അവരുടെ പരസ്യങ്ങളിൽ സ്പോൺസേർഡ് സ്റ്റോറീസ് ഒക്കെ ഇടും. അങ്ങനെയാണ് ട്വിറ്റർ കാശിന്. അപ്പോൾ ഓരോ സബ്സ്ക്രൈബർ കുറയുമ്പോൾ ട്വിറ്ററിൻ്റെ റവന്യൂവും കുറയും.
അല്ലെങ്കിൽ ട്വിറ്റർ അണ്ടർ പ്രഷറിലാണ്, ഈ പെർഫോം ചെയ്യാൻ നഷ്ടത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞവർ എപ്പോഴോ ഒരു കാലത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, എപ്പോഴോ ഒരു കാലത്ത് ലാഭം ഉണ്ടാക്കുന്നതിന് ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ ഉണ്ടല്ലോ, അതുമാതിരിയാണ് ട്വിറ്റർ. അതല്ലാണ്ട് പിന്നെ ടെലിഗ്രാമും കണ്ടു നമ്മൾ. ഈ മൂന്ന് ഇതും വിക്കിപീഡിയ ആവട്ടെ, ടെലിഗ്രാം ആവട്ടെ, ഈ പറഞ്ഞ മാതിരി ട്വിറ്റർ ആവട്ടെ, പിന്നെ അതല്ലാണ്ട് വേറെ കുറേ ഉണ്ട്. വാട്സാപ്പ് ഉണ്ടല്ലോ, വാട്സാപ്പ് പിന്നെ ഫേസ്ബുക്കിൻ്റെ അണ്ടറിലാണ് വരിക. മെറ്റ എന്ന് പറഞ്ഞ കമ്പനിയാണത്. അവിടെയും വലിയ വലിയ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും ഡെഫിനറ്റായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഈവൻ ഗൂഗിൾ ന്യൂസിനായാലും അവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട്. ഗൂഗിൾ ന്യൂസിൻ്റെ, ഗൂഗിളിൻ്റെ വേറൊരു ഇഷ്യൂ ഉണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജി റെജീമിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നാണ് എല്ലാ സർക്കാരുകളും നോക്കുന്നത്. പക്ഷെ എപ്പോഴും മോദി ഗവൺമെന്റ് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴത്തെ ചാട് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ നേരെ എന്തായിരുന്നു കരച്ചിൽ, കൂട്ടക്കരച്ചിലായിരുന്നു ഇവരുടെ വക. പക്ഷെ ഇപ്പൊ യൂറോപ്പിലും ബ്രസീലിലൊക്കെ നടക്കുമ്പോൾ ഒരൊറ്റ ആളും മിണ്ടുന്നില്ല അതിനെ പറ്റിയിട്ട്. അവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും കുഴപ്പമുണ്ട്, എല്ലാവർക്കും അത് പാടില്ല. പക്ഷെ പുറത്ത് നാട്ടിൽ എവിടെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അന്യനാട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഇവർക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. സാർ അതാണ് സാർ, മോദി ചെയ്താൽ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. പക്ഷേ അന്ന് നമ്മൾ ഇതിനെല്ലാം ഈ ഇവർ കൊണ്ടുവന്ന ബില്ലിനെയൊക്കെ എതിർത്തെങ്കിൽ പോലും എന്താണ് ഇന്ന് കാണുന്നത് വളരെ വലിയ അപകടകരമായ ചില രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ പോൺ വീഡിയോകളും അതുപോലെ തന്നെ പല തീവ്രവാദ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ രാജ്യസുരക്ഷയെ മുൻനിർത്തിയെങ്കിലും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയല്ലേ സാർ? അതാണ് ഫ്രഞ്ച് കോടതിയും പറഞ്ഞത്. ഫ്രഞ്ച് കോടതി പവ്ലോന് ജാമ്യം കൊടുത്തപ്പോൾ, ടെലിഗ്രാമിൻ്റെ സിഇഒന് ജാമ്യം കൊടുത്തപ്പോൾ ഇതന്നെയാണ് പറഞ്ഞത്. ഫ്രീഡം അബ്സല്യൂട്ട് അല്ല. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ടെററിസ്റ്റ് ഗ്രൂപ്പിനും ബാക്കിയുള്ളവരെയൊക്കെ എതിർത്ത് നിങ്ങൾ ഈ കുട്ടികളുടെ പോർണോഗ്രാഫിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ തടയണം. അതെങ്ങനെ തടയണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഇവർ പറയും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ടെന്ന് പറയും. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്താണ്? ഞാൻ പാർത്തിനൊരു മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ, അതൊരു മൂന്നാമത്തെ ഒരു വ്യക്തിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷെ പറ്റും, വേണമെന്ന് വെച്ചാൽ പറ്റും. ആർക്കാ പറ്റുക? മെറ്റയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പറ്റും. അപ്പോൾ സർക്കാർ പോയി, ഇപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ് പോയി പറയും 2 ടെററിസ്റ്റ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്കത് വായിക്കണം, എന്താ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ സമ്മതിക്കില്ല. ഇപ്പം അടുത്തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. വാട്സാപ്പിലോ ഫേസ്ബുക്കിൽ കൂടെ കൊണ്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. ഇങ്ങനെ കുറേ എയർലൈൻസിൽ ബോംബ് വെച്ചിട്ടുണ്ട്, കുറേ സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലാണ് തോന്നുന്നുണ്ട് വന്നൊരു മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ തമിഴ്നാട് പോലീസ് മെറ്റയുടെ അടുത്ത് ചോദിച്ചു, വാട്സാപ്പിനോട് ചോദിച്ചു, പേരൻറ്റ് കമ്പനിയുടെ അടുത്ത്, ഞങ്ങൾക്ക് ഈ വന്ന ഡീറ്റെയിൽസ് തരണം നിങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല, നിങ്ങൾ തരില്ല. എന്നാൽ IP അഡ്രസ്സ് എന്താണ്, എവിടുന്നാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണമെന്ന്. പറ്റില്ല എന്ന്. ആലോചിച്ചൊക്കെ, ഒരു രാജ്യസുരക്ഷയ്ക്ക് ആയിട്ടുള്ളൊരു പ്രശ്നമാണത്. അതിലും ഇവർ കോപ്പറേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതെങ്ങനെയാണ് പറ്റുക? അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുക, എന്താണ് നമുക്കുള്ള സെക്യൂരിറ്റി വൈസ് നമുക്ക് എന്താണ് സേഫ് ആയിട്ടുള്ളത്, അത് നമ്മൾ നോക്കിയേ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രാർത്ഥന. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ NTR എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, നാഷണൽ ഒരു ഏജൻസി ഉണ്ട്, അവരാണിത് ട്രാക്ക് ചെയ്യുക. അജിത് ദോവൽ അണ്ടറിലെ വർക്ക് ചെയ്യുക. അവർ ട്രാക്ക് ചെയ്യുമ്പോൾ അവരിതാ നോക്കുന്നത്, ഈ എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോംസിൽ കൂടെയാണ് ഇവർ കോൾ നടത്തുക. പണ്ടൊക്കെ നമുക്കറിയാം, എപ്പോഴും അറിയാം, കുറേ പേര് പൊളിറ്റീഷ്യൻസ്, സ്പെഷ്യലി നമ്മുടെ പൊളിറ്റിക്കൽ നേതാക്കൾ എന്ത് ചെയ്യുന്നത്, അവർ വാട്സാപ്പിൽ കൂടെ കോൾ ചെയ്യുക, റെഗുലർ ലൈനിൽ ചെയ്യില്ല. ബിക്കോസ് അത് പിണറായി പോലീസോ അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ പോലീസോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അവിടെ തെലങ്കാനയിൽ BRS ഗവൺമെന്റ് ഉള്ളപ്പോൾ എല്ലാവരെയും ഫോൺ ടാപ്പ് ചെയ്തു. ഓപ്പോസിഷൻ ലീഡർ തൊട്ട് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരും ഫോൺ ടാപ്പ് ചെയ്തു. ഈ രേവന്ത് റെഡ്ഡിയുടെ ഭാര്യയുടെ ഫോൺ ടാപ്പ് ചെയ്തായിരുന്നു. രേവന്ത് റെഡ്ഡിയുടെ വീടിന്റെ അടുത്തൊരു ഓഫീസ് എടുത്തിട്ട് രേവന്ത് റെഡ്ഡിയുടെ വീട്ടിനുള്ള എന്തൊക്കെയാ വർത്താനം പറയണത് അതും അവർ പിടിച്ചെടുത്തു. ഫോണിൽ മാത്രമല്ല, വീട്ടിനുള്ള എന്താ വർത്താനം പറയണത്. അപ്പോൾ ആലോചിക്കും, നാളെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ എത്തും ഇവരൊക്കെ. അപ്പോൾ ഈ പരിപാടിയാണ് നിർത്തേണ്ടത്. ബിക്കോസ് ഈ പ്രൈവസി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് നമുക്ക്. ശരിയാണ്, അറ്റ് ദ സെയിം ടൈം ടെററിസ്റ്റിന് സമ്മതിക്കാൻ പാടില്ല, ടെററിസ്റ്റിന് എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജസ്. അതാണ് ഈ കുറേ ടെററിസ്റ്റ് ഗ്രൂപ്പ്സ് വാട്സാപ്പിൽ നിന്ന് മാറിയിട്ട് ഒരു സിഗ്നലും ടെലിഗ്രാമിലേക്ക് പോകാൻ കാരണം അതാണ്. ബിക്കോസ് അത് കുറച്ചും കൂടി സെക്യൂർ ആണ്, അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് ടെററിസ്റ്റ് ഗ്രൂപ്പ്സിന് അറിയാം. അതാണ് അവർ അതിലേക്ക് മാറിയത്. വാട്സാപ്പ് പിന്നെ ഈസി ആയിട്ട് ഗവൺമെൻറ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത് എവിടെ എത്തും? ബിക്കോസ് യൂറോപ്യൻ യൂണിയൻ തന്നെയാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇതിൽ സമ്മതിച്ചു തരില്ല, ഞങ്ങൾക്ക് കൺട്രോൾ വേണം, ആരുടെ അടുത്ത് വർത്തമാനം പറയണം ഞങ്ങൾക്ക് അറിയണം. അതേമാതിരി വേറെ കുറേ കൺട്രീസ്, ബ്രസീൽ നമ്മൾ കണ്ടു. ബ്രസീൽ ട്വിറ്ററിനെ നിരോധിച്ചു, കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ട്. ഇപ്പം നാളെ ഇന്ത്യയിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നാളെ വിക്കിപീഡിയ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവർ? എവിടെ പോവും?
അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇവർക്ക് കാശ് വേണമല്ലോ, കാശ് കൊടുത്ത് കിട്ടും ഇവർക്ക്. ഈ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ മാർക്കറ്റ്. അല്ലാണ്ട് നമ്മളെ പ്രാർത്ഥനയെന്നെയും അവർക്ക് സ്നേഹമൊന്നുമില്ല അങ്ങനെ അത്രയധികം ഈ ബിസിനസ് തരാൻ വേണ്ടിയിട്ട്. ഇന്ത്യ ഇസ് എ ഹ്യൂജ് മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റ് പറഞ്ഞത് ബിഗസ്റ്റ്. അത് ബ്രസീലിനെക്കാട്ടും എത്രയോ വലുതാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, കാരണം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഇവരുടെ വലിയ ഉപഭോക്താക്കളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ രാജ്യസുരക്ഷയെ പോലും മാനിക്കാതെ ഇത്തരം തൊട്ടുന്യായങ്ങൾ പറഞ്ഞ് പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ഇവിടെ ബാൻ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ പല ആപ്ലിക്കേഷനുകളും പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒഴിഞ്ഞു മാറുന്നത്. അപ്പോൾ ഇവർക്കൊരു വേറൊരു തരത്തിലുള്ള തീവ്രവാദ ഫണ്ടിങ് നടക്കുന്നുണ്ടായിരിക്കുമോ സർ? ഒരു സംശയമാണ്. കാരണം പല രാജ്യങ്ങളുടെയും രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ഇവർക്ക് ആരെങ്കിലുമൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടായിരിക്കുമോ സർ? ഉണ്ടല്ലോ, ഫണ്ടിങ് ഉണ്ടാവും ഇവർക്ക്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഫണ്ടിങ് മാത്രമല്ല, ഇവരെ പിന്നിലൊരു കത്തി വെച്ചിട്ട് അവിടുത്തെ ഗവൺമെന്റ് പറയും, ഇപ്പോൾ ഇറാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സൗദി അറേബ്യൻ ഗവൺമെന്റ്, ടർക്കി, ഇങ്ങനത്തെ കൺട്രീസൊക്കെ എന്താ ചെയ്യുക? അവർ നേരെ ഒരു തോക്ക് വയ്ക്കും, പറയാം മര്യാദയ്ക്ക് അല്ലെങ്കിൽ തന്നെ കാണിച്ചു തരാമെന്ന് പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇവനെ പൊക്കിയില്ലേ ഇപ്പോൾ ടെലിഗ്രാമിന്റെ സിഇഒനെ, ആ പാവം എന്തോ ഒരു എയർക്രാഫ്റ്റ് റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് ചെയ്ത പാരീസിന്റെ അടുത്തൊരു എയർപോർട്ട്, പാരീസ് എയർപോർട്ടിലും അല്ല, ലാൻഡ് ചെയ്തപ്പോൾ അയാളെ പിടിച്ചു, അയാളെ പൊക്കി. അതുണ്ടായത്. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാളെ ഈ പറഞ്ഞ മാതിരി ട്വിറ്റർ ആയാലും ഫേസ്ബുക്ക് ആയാലും ടെലിഗ്രാം ആയാലും സിഗ്നൽ ആയാലും വേറെ ഏത് മെസ്സേജിങ് പ്ലാറ്റ്ഫോം ആയാലും അവർക്ക് ചില മാനദണ്ഡങ്ങൾ അവർ പാലിച്ചേ പറ്റൂ. അത് വേറെ വഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാതിരി തോന്നിയ മാതിരി ബിസിനസ് നടത്താൻ പറ്റില്ല. നിങ്ങൾ നടത്തുന്നത് ഇപ്പോൾ വാട്സാപ്പ് ബിസിനസ് എന്നൊരു പരിപാടിയുണ്ട്, അത് വേറെയാണ്. ഇപ്പം ഞാനും ഇത് യൂസ് ചെയ്യേണ്ടത്. അത് വെറും ബിസിനസ് കോൺവെർസേഷൻസിന് വേണ്ടി, ഗ്രൂപ്പ് കോൺവെർസേഷന് വേണ്ടിയിട്ടൊക്കെ നടക്കുക. അതിൽ കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി അതിലും ഇപ്പം നാളെ എന്തെങ്കിലും ചർച്ച നടന്നു കഴിഞ്ഞാൽ, നാളെ ഒരു തീവ്രവാദ ചർച്ചയോ അല്ലെങ്കിൽ ഒരു പോർണോഗ്രഫി ആയിട്ടുള്ള എന്തെങ്കിലും അസോസിയേറ്റ് നടന്നു കഴിഞ്ഞാൽ ഇതിനെ ആരാ ട്രാക്ക് ചെയ്യുക? നമ്മുടെ പറഞ്ഞ കേട്ടു ഞാൻ അന്ന് 80 കോടി ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു വാട്സാപ്പ് ഉപയോഗിക്കുന്നത്. 80 കോടി, 140 കോടിയാണ് നമ്മുടെ പോപ്പുലേഷൻ. അത് ചെറിയ കുട്ടികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു 80 കോടി പേര്. ഇത് മാത്രമല്ല പാർത്ത് നമ്മൾ അറിയേണ്ടത്, ഈ യൂസേഴ്സ് മാത്രമല്ല, ഇവിടെ യൂട്യൂബ് ഉണ്ട്. ഡിസ്ഇൻഫർമേഷൻ്റെ ഏറ്റവും വലിയ ഒരു ചാനലാണ് യൂട്യൂബ്. ഏതൊരുത്തനും അതിൽ കയറി എന്തും വീഡിയോ ഉണ്ടാക്കിയിട്ടിട്ട് അത് നമ്മൾ കണ്ടു. ധ്രുവറാത്തിയുടെ മാതിരി ആളാല് അവിടെയും നമ്മൾ കണ്ടു. ധ്രുവറാത്തിക്ക് നിമിഷങ്ങളിലുള്ള 5 ലക്ഷം വ്യൂസ് കിട്ടും. അതിൻ്റെ അർത്ഥം അതിൻ്റെ ബാക്ക് എൻഡിലിരിക്കുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് യൂട്യൂബ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ, ഗൂഗിളിന്റെ കമ്പനി, ദേ ആർ ഇൻക്രീസിങ് ദ റീച്ച്. അവരാണ് റീച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും നിർത്തേണ്ടതാണ്. പക്ഷെ ഇതെന്താണ്ടാവണേ, മോദി ഗവൺമെന്റ് വന്നിട്ട് ഇത് മാത്രം അവർ വലിയൊരു ഫെയിലിയർ ആയിരുന്നു. റൈറ്റ് വിങ് ഹാൻഡിൽസ്, സ്ട്രിങ് തന്നെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദ്, അവൻ ടോട്ടൽ റൈറ്റ് വിങ് ആണ്. കാലത്തെട്ട ഈ ജോർജ് സോറോസിന് തെരുവിളിക്കലൊക്കെ പരിപാടി, അവസാനം എന്തായി, അവൻ്റെ ചാനൽ ബാൻ ചെയ്തിട്ടു യൂട്യൂബ്. ഒന്നും കാരണമില്ല, കോടതി പോയോ ഒന്നും ആയില്ല. ഇതാണ് ഇതേ കമ്പനികളുടെ നേരെ ഇവിടുത്തെ കോടതികൾ പറഞ്ഞാണ് നിങ്ങളൊരു ഓംബുഡ്സ്മാനെ വെക്കണം. അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആൾ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്കൊരു ബാങ്കായിട്ട് തർക്കമുണ്ടെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനെ കംപ്ലൈന്റ് ചെയ്യാം ബാങ്കിന്റെ. അദ്ദേഹം ബാങ്കിന്റെ എംപ്ലോയി അല്ല, ഒരു ജഡ്ജോ റിട്ടയർഡ് ആയിട്ടുള്ള ആളായിരിക്കും. അദ്ദേഹം നോക്കിയിട്ട് പറയും ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ബാങ്കിന്റെ അടുത്ത് പറയും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഈ ചാർജ് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറയും. ഇവരുടെ നേരെ ഓംബുഡ്സ് അത് കംപ്ലൈന്റ് ട്വിറ്ററിന്റെ അടുത്ത് പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മീഡിയത്തിൽ വന്ന ഒരു ട്വീറ്റിനെ പറ്റി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരുടെ റിപ്ലൈ കൊടുക്കണമെന്നാണ്. പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതാണ് നമ്മൾ കണ്ടുവന്നത്. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ഇത് നിർത്തേണ്ട സമയമായി. ഇതിൽ കൺട്രോൾ വേണ്ടാന്നല്ല. പക്ഷെ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്ന കൺട്രോളിൽ നോക്കുമ്പോൾ നമ്മുടെ അവിടെ ഒന്നുമില്ല. സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറീസ് ഇവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ സൈറ്റിൽ ആരോ വന്ന് എന്തോ പോസ്റ്റ് ചെയ്യണു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ബിസിനസ് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കട പൂട്ടിയിട്ട് വീട്ടിൽ പോകണം. നിങ്ങൾക്ക് കൺട്രോൾ വേണ്ടതാണ്. ശരിയാണ്, എത്രയോ ആൾക്കാർ, മില്യൺസ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം നടത്താൻ നിങ്ങളുടെ അടുത്ത് അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാവും, ചില കീ വേർഡ്സ് ഉണ്ടാവും, അതൊക്കെ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്തേ പറ്റൂ. ഈ വിക്കിപീഡിയക്ക് കൊടുത്തേക്കുന്ന ഒരു താക്കീതാണ് നമുക്ക് ഇനി ബാക്കി ഇന്ത്യയിലുള്ള വേറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന് വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഡെഫിനറ്റ് ആയിട്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ. സർ, അപ്പോൾ ഈ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു രാജ്യവും ചെയ്യില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിലുള്ള രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിങ്സുകളിലൊക്കെ മാറ്റവും വരുത്തി കൂടുതൽ ജനങ്ങളുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ
തുടർന്നു പോവുകയാണെങ്കിൽ ഈ എന്താണ് നമ്മുടെ വിക്കിപീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പക്ഷേ ബാൻഡ് ഇന്ത്യയിൽ ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിരോധനം വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.